നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡിൽ ഈഗോ പ്രോബ്ലംസ് ഉണ്ട്. അത് കൃത്യമായിട്ട് പരിഹരിക്കണം. സാബി അലോൺസോ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ എന്ത് ഡിസിഷൻ എടുക്കണമോ അതിൻ്റെ പൂർണ്ണ അധികാരം അദ്ദേഹത്തിന് റയൽ മാഡ്രിഡ് ക്ലബ്ബ് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് മാഡ്രിഡിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമം മാർക്ക നൽകിയതാണ്. ഇതൊക്കെ എങ്ങനെ, നീ ഇവിടെ ഇരുന്ന് ഓരോന്ന് അടിച്ചു വിടല്ലേ എന്നൊക്കെ പറയാൻ ആളുകളുണ്ടാവും. പക്ഷേ മാഡ്രിഡ് പത്രമായിട്ടുള്ള ബാർക്കയേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങൾ അറിയാവുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഒന്നും പറയാനില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. കളിക്കളത്തിലെ കളി കൃത്യമായിട്ട് വീക്ഷിക്കുന്നവർക്കും അത് മനസ്സിലാകും. ഒരു ടീം എന്ന നിലയിലുള്ള പ്രകടനം പുറകോട്ട് പോകുന്നു, ഈഗോ വർക്ക് ചെയ്യുന്നു. നോക്കുക എന്താണ് മാർക്കയുടെ റിപ്പോർട്ട്. വിശദമായിട്ട് തന്നെ ഹോസെ ഫെലിക്സ് ഡയസ് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. അവർ കൊടുക്കുന്ന ടൈറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് ഈസ് ക്ലിയർ എൻഡ് ദി ഈഗോ സ്ട്രഗിൾ. ഈ ഈഗോ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. അതാണ് റയൽ മാഡ്രിഡ് അവരുടെ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നു. ഈഗോ പ്രശ്നങ്ങൾ അവസാനിക്കണം. റയൽ മാഡ്രിഡിൻ്റെ ലീഡേഴ്സ് ചില താരങ്ങളോട് സംസാരിക്കും. എല്ലാവരും ഒന്നല്ല, ചില താരങ്ങളെ വിളിച്ച് സംസാരിക്കും. എന്താണ് അവർക്ക് വേണ്ടത്, എന്തിനാണ് അവർ പരിശ്രമിക്കുന്നത്, അവരുടെ കമ്മിറ്റ്മെൻറ്റ് എവിടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ച് സംസാരിക്കും. വിശദമായിട്ട് പോകാം. PSG-ക്കെതിരെയുള്ള മത്സരം കൃത്യമായിട്ട് കാണിച്ചിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ റയൽ മാഡ്രിഡ് ടീമിലുണ്ട് എന്ന്. വൺസ് അഗെയിൻ ആ ജസ്റ്റേഴ്സ്, പ്ലെയേഴ്സിൻ്റെ ഇന്നബിലിറ്റി, ഒരു ടീം എന്ന നിലയിൽ വർക്ക് ചെയ്യാനുള്ള ഇന്നബിലിറ്റി കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഈഗോ ഡൊമിനേറ്റ് ചെയ്തിരുന്നു. ഓരോ സർക്കംസ്റ്റാൻസസിലും ഈഗോ ഡൊമിനേറ്റ് ചെയ്തിരുന്നു. എസ്പെഷ്യലി ടീമിനെതിരെയാണ് സ്കോറെങ്കിൽ ആ ടെൻസ് മൊമെൻറ്റുകളിൽ കാര്യങ്ങൾ ഈഗോ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ ലീഡേഴ്സിന് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അത് അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു, ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അവർ ചില പ്ലെയേഴ്സിനെ വിളിച്ച് സംസാരിക്കും. എക്സാക്ട്ലി എന്താണ് അവർക്ക് വേണ്ടത്, എന്താണ് അവർ നോക്കുന്നത്, അവരുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രയുണ്ട് എന്നൊക്കെ അറിയാനാണ് ആ സംസാരം ഉണ്ടാവുക. ആ കാര്യത്തിൽ അവർ വളരെ ക്ലിയറാണ്. ഒന്നുകിൽ ഒരു ടീം എന്ന നിലയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ സൊല്യൂഷൻസ് കണ്ടെത്താം. എങ്ങോട്ട് പോകണം, തുടരണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താം. കാരണം ഈ സമ്മർ വെരി ലോങ് ആണ്. സമ്മർ ട്രാൻസ്ഫർ വിൻഡോ സെപ്റ്റംബറിൻ്റെ തുടക്കം വരെ ഓപ്പണായിട്ട് കിടപ്പാണ്. അപ്പോൾ എന്ത് സാധ്യതകളും അവിടെ തുറന്നിടപ്പെടുകയാണ്. ഇപ്പോൾ PSG-ക്കെതിരെയുള്ള മത്സരം, അതിൽ ടീമിൻ്റെ സോളിഡാരിറ്റി കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ് ആയിരുന്നു. താരങ്ങളുടെ ജസ്റ്റേഴ്സ്, റിപ്രോച്ചസ്, ബാഡ് എക്സ്പ്രഷൻസ്, ഇതെല്ലാം ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് വരുന്നതാണ്. എല്ലാവരിൽ നിന്നും എന്നല്ല, എന്നാൽ കുറച്ചധികം പേരിൽ നിന്ന്. ആ മൊമെൻറ്റുകളിൽ ഇപ്പോൾ നോക്കുക, അസെൻസിയോയുടെ മിസ്റ്റേക്ക് വന്ന സമയത്ത് അവിടെയൊക്കെ നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. റയൽ മാഡ്രിഡിന് ഒരു ടീം എന്ന നിലയിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൽ പർട്ടിക്കുലർ കൺസേൺസ് കറണ്ട് സിറ്റുവേഷനിൽ ഒന്ന് വിനീഷ്യസിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മികച്ച ഫോമിലുണ്ടായിരുന്നതിൽ നിന്ന് ഏറെ അകലെയാണിപ്പോൾ. അദ്ദേഹം മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, പക്ഷേ കൂടുതൽ ശ്രദ്ധ വിനീഷ്യസിലേക്ക് പതിക്കുന്നുണ്ട്. ഹോണസ്റ്റ്ലി എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നു പോകുന്നത് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. റോഡ്രിഗോയുടെ കാര്യത്തിൽ ഓൾറെഡി ക്ലിയർ ആണ്. അദ്ദേഹത്തിന് പുതിയൊരു ഡെസ്റ്റിനേഷൻ നോക്കേണ്ടി വരും. സാബി അലോൺസോ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ വിനീഷ്യസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രീവിയസ്ലി അദ്ദേഹത്തിൻ്റെ റിന്യൂവലും മറ്റ് കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ. ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ സ്ട്രൈക്കർ കൺവേ ചെയ്യുന്ന ഫീലിംഗ് അത്ര മികച്ചതല്ല. അദ്ദേഹത്തിൻ്റെ വർക്ക് കളിക്കളത്തിൽ വേണ്ട വിധത്തിൽ കാണുന്നില്ല. ഒരു നല്ല ഓപ്പണറിനെതിരെ വരുമ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ട്. സിംപ്ലി അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്ന് അദ്ദേഹം തന്നെ പറയേണ്ടതുണ്ട്. നത്തിങ് ഈസ് റൂൾഡ് ഔട്ട്. ഒന്നും നമുക്കിപ്പോൾ റൂൾഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ തുടരാൻ പോകാം, എല്ലാം ഓപ്പണാണ് എന്നാണ് മാർക്ക പറയുന്നത്. ഇനി എംബപ്പെ ഈസ് ഓൾസോ എ കൺസേൺ എന്ന് പറയുന്നുണ്ട്. സാബി അലോൺസോ വളരെ ക്ലിയറാണ്. 11 താരങ്ങളും നന്നായിട്ട് വർക്ക് ചെയ്യണം, എല്ലാവരും ബോളിന് വേണ്ടി പൊരുതണം, എല്ലാവരും ഡിഫൻസിനെ സഹായിക്കണം. അപ്പം എല്ലാവരും റൺ ചെയ്യണം, എല്ലാവരും ഫൈറ്റ് ചെയ്യണം. അത് PSG-ക്കെതിരെ സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അത്ര വലിയ ലക്ക് ഉണ്ടായിരുന്നില്ല എംബാപ്പയ്ക്ക് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അസുഖവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ക്ലിയർലി അദ്ദേഹം ഔട്ട് ഓഫ് ഫോമാണ്. പക്ഷേ കളിക്കളത്തിൽ ഡിഫെൻഡിങ്ങിൻ്റെ ഒക്കെ സമയത്ത് അദ്ദേഹം എടുക്കുന്ന അപ്രോച്ച് വറിയിങ് ആണ്. ഈ ഫ്രഞ്ച് താരം, അതായത് കിലിയൻ എംബാപ്പയും ബ്രസീലിയൻ താരം വിനി ജൂനിയറുമാണ് റയലിൻ്റെ അറ്റാക്കിംഗ് സ്റ്റാർസ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരുപോലെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പം അവരുടെ
ഫുട്ബോളിംഗ് കപ്പാസിറ്റിയിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്നല്ല ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരുമിച്ച് ടീംമേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അത് ലൂയിസ് എൻറിക്കയുടെ ടീമിനെതിരെ PSG-ക്കെതിരെ സംഭവിച്ചിട്ടില്ല. ഈ ക്രിറ്റിസിസങ്ങൾ ഇവിടെ അങ്ങ് അവസാനിക്കുന്നില്ല. നോക്കുക, സ്കോറ് ഓപ്പോസിറ്റായി പോയ സമയത്ത് താരങ്ങളുടെ ജസ്റ്റേഴ്സ് അത് വളരെ കൃത്യമായിട്ട് കാണാമായിരുന്നു. എന്തായാലും ക്ലബ്ബ് ഇപ്പോൾ സാബി അലോൺസോക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തിരിക്കുകയാണ് എന്ത് തീരുമാനം എടുക്കണമെന്ന്. കോച്ച് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അത് റിസോൾവ് ചെയ്യണം എന്നും അദ്ദേഹത്തിന് അറിയാം. തീർച്ചയായിട്ടും സമയമുണ്ട്. ഇന്ന താരം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നില്ലെങ്കിലും താരങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടതുണ്ട് എന്ന് തന്നെ അദ്ദേഹവും വ്യക്തമാക്കുന്നു. ഇതാണ് മാർക്കയുടെ റിപ്പോർട്ട്. ഇതിനപ്പുറം ഒന്നും നമുക്കും പറയാനില്ല. മാർക്ക പറയുന്നത് നമ്മളും പറയുന്നുള്ളൂ. റയലിൽ ഈഗോ പ്രശ്നങ്ങളുണ്ട്, അത് അവസാനിപ്പിച്ചേ പറ്റൂ. അതിന് എല്ലാവിധ അധികാരവും അവർ സാബി അലോൺസോയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.